ഹലോ ഹലോ ആ നീ പറ നിങ്ങൾ കൊറേ തവണ വിളിച്ചല്ലേ? ഞാൻ ഓരോ ഞാൻ വിളിച്ചിരുന്നു. നിങ്ങള് പിന്നെ അന്ന് പറഞ്ഞ സമയത്ത് ആ സമയം ഞാൻ പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാ ഫ്രീ ആയത്. അതെ കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഇപ്പൊ ഇന്ന് ഫ്രീയാ. ഓക്കെ ഓക്കെ. പിന്നെ ഇത് റെക്കോർഡിംഗ് ആണോ? എല്ലാ കോളും റെക്കോർഡിംഗ് ആയിരിക്കും. അതെ ഓക്കെ ഓക്കെ. പിന്നെ ഞാന് വിശ്വാസിയാണ്, ഒരു വിശ്വാസം ഒന്നും വിട്ടിട്ടില്ല. ഞാൻ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. ശരി, പറയ്. പിന്നെ അല്ല, നിങ്ങൾ വിമർശിക്കുന്നതിന് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. കാരണം നിങ്ങൾ പറയുന്നത് ഇപ്പൊ നമുക്ക് എല്ലാം പോയിന്റ് വെച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ പോയി നോക്കുമ്പോ അതുണ്ട്. പിന്നെ ഇപ്പൊ നമ്മള് ചെറുപ്പം മുതലൊക്കെ ഇത് വിശ്വസിച്ചു പോകുന്ന ഒരാളായ കാരണം പെട്ടെന്നൊന്നും ഇപ്പൊ നമുക്കിത് ഇത് തെറ്റാണെന്നും പറയാൻ പറ്റില്ല. ഇതിന്റെ കാര്യങ്ങളൊന്നും പുറത്ത് ഇപ്പൊ നമുക്കിത് ഇതിന് വിമർശിക്കാനും കഴിയില്ല. നിങ്ങൾ കാണിച്ചു തന്ന പിന്നെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരാളോട് പോയി ചോദിക്കാനും പോലും പറ്റില്ല. അപ്പൊ തന്നെ നമ്മൾ മുനാഫിക്കാക്കും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇതില്. നിങ്ങളിപ്പോ പറഞ്ഞത് സംശയം ചോദിക്കുന്നത് അവിശ്വാസത്തിന്റെ ലക്ഷണമായിട്ടാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. അതെ 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 കാണുന്നത്. ഇതൊരാളോട് ചോദിക്കാനും പറ്റില്ല. അപ്പൊ സമൂഹത്തിൽ ഇപ്പൊ നമ്മള് ഇനിയിപ്പോ ഒരു കൂട്ടുകാരുടെ ഇടയിൽ തന്നെ ഇത് ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എങ്ങനെ ഇതിനെടുക്കാന്ന് പറയാൻ പറ്റില്ല. അല്ല, അവൻ പോയിരിക്കുന്നാണ് പറയും. പിന്നെ അത് അങ്ങനെ തന്നെ ആക്കും. അങ്ങനെ ആവും. പിന്നെ നമ്മളൊരു തൊഴിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു തൊഴിലാണെങ്കിൽ അത് അവര് അതിനെ ബന്ധപ്പെട്ട് നമ്മൾ വിളിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, അതിങ്ങനെ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞാൽ ഓനിങ്ങനെ പറഞ്ഞു. നിങ്ങളിപ്പോ വിമർശിക്കുമ്പോ ഞാനത് പലപ്പോഴും കേൾക്കാം. ഞാൻ ഒരു വിശ്വാസി ആയിട്ട് തന്നെ നിന്നിട്ട് തന്നെ ഞാൻ പറയുന്നത്. ഇപ്പൊ നിന്ന് വിട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിളിക്കുന്നല്ല. ഞാൻ ഇപ്പൊ എന്റെ സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ പലയിടത്തും ചിലപ്പോ ചില ഇടങ്ങളിലൊക്കെ ഞാൻ എന്റെ വിമർശനങ്ങൾ ചിലപ്പോ രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ തന്നെ അവർക്ക് അത് ഇഷ്ടമാണ്. എന്നാലിപ്പോ വളരെയധികം മുന്നത്തേക്കാൾ വളരെയധികം മാറ്റങ്ങളും വളരെയധികം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ എന്റെ കാഴ്ചയിൽ കാണുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ഓണത്തിനെതിരെ ഇപ്പോ മുസ്ലിംമാര് പറയുമ്പോ അവര് മതം പറയാണ്. പക്ഷെ മതം പറയുന്നത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയേണ്ടതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. എന്റെ ഒരു അപേക്ഷ. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ പറയുന്നത് ശരിയായിട്ട് കാര്യമില്ല. പല ആളുകളും യൂസ് ചെയ്യുന്നതാണ്. വിശ്വാസപരമായ കാര്യങ്ങളോ ആരാധനയുടെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ മറ്റ് സമൂഹത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിലപാട് ശരിയായിട്ടുള്ള നിലപാടല്ല. ഇപ്പൊ ഓണം ആഘോഷിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പൂക്കളിടാൻ പാടില്ല, അവരെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ച് ഞാനൊരു എന്റെ ഒരു ഇത് പറയാട്ടോ. ഇപ്പൊ മറ്റു മതത്തിലെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ പണ്ഡിതന്മാര് പറയാണ്, നിങ്ങള് പിന്നെ ഇവര് നോൽപ്പ് നോക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ നോമ്പൊക്കെ വന്നു കഴിഞ്ഞാല് ഹിന്ദു സഹോദരന്മാര് പെരുന്നാളിന് വിളിച്ചാൽ പോകാൻ പാടില്ല അന്ന് അവര് പറയാണ്, നമ്മളോട് ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ ആ നോമ്പ് നോൽക്കാൻ പാടില്ല, അവരോട് ഒരു രീതിയിലും അവരുടെ ആരാധനപരമായിട്ട് നിങ്ങൾ സഹകരിക്കാനേ പാടില്ല. പിന്നെ നിങ്ങൾ അവരുടെ അർത്ഥ മാംസം കഴിക്കരുത്. കാരണം അവര് ബിസ്മി ചൊല്ലിയിട്ടാണ് അറക്കുന്നത്. അത് അവരുടെ വിശ്വാസ പ്രകാരം അങ്ങനെ പറഞ്ഞിട്ട് അറക്കണം. അത് നമുക്ക് നിഷിദ്ധമാണ്, അത് നിങ്ങൾ കഴിക്കരുത് എന്ന് ഇവര് പബ്ലിക്കില് ഇതുപോലെ പദം പറഞ്ഞാലോ അത് വലിയൊരു വിവാദമാക്കിയിട്ടാണ് ഇവരെടുക്കുക. അത് സംഖ്യയാണ്. ഇവര് മതസൗഹാർദ്ദം ഇല്ലാത്ത ആളുകളാണ്. ഇവർക്ക് നമുക്ക് എന്തും പറയാന്നാണ് ഇവര് പറയണത്. അതുപോലെ മറ്റുള്ളവർ പറയുമ്പോൾ അത് ഞാൻ പറയണത് അത് തീർച്ചയായിട്ടും ഞാൻ പറയണത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു SDPI-കാരൻ ഇപ്പൊ എന്റെ നാട്ടിലുണ്ടെങ്കിൽ അത് വിഷയമല്ല. എന്നാൽ നേരെ അപ്പുറത്ത് മറ്റൊരു RSS-കാരനാണ് എന്തെങ്കിലും BJP-യിൽ പ്രവർത്തിക്കുന്നത്, അത് വിഷയമാണ്. SDPI എന്നോട് സംസാരിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നത് ഇപ്പൊ നാട്ടില് അവൻ ശരിയല്ല കേട്ടോ, അവൻ SDPI BJP-യുടെ ആളാണ് അല്ലെങ്കിൽ RSS-ന്റെ ആളാണ്. അപ്പൊ ഞാൻ പറയും, ഇപ്പുറത്ത് രണ്ടാൾക്കാരെ ഞാൻ ചൂണ്ടിക്കാണിച്ച് പറയും അവര് SDPI-കാരല്ലേ, NDF-ന്റെ പ്രവർത്തകനല്ലേ, അത് നിങ്ങൾക്ക് പ്രശ്നമില്ലായിരിക്കും. അത് അവർക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ള അതേ സ്വാതന്ത്ര്യം ഇവർക്കും ഉണ്ടല്ലോ ഇന്ത്യ രാജ്യത്ത്. നിങ്ങൾക്ക് മാത്രം അപ്പോ പ്രവർത്തിക്കുന്നത് ഇതാണ്. അതെ, നമ്മൾക്ക് അറിയാവുന്ന ഒരു ആദർശമായിട്ട് ചേർന്ന് നിൽക്കുന്നവന്റെ എക്സ്ട്രീം സ്വഭാവത്തെ അവർക്ക് പേടിയില്ല. അതാണ് ഇപ്പൊ NDF പോപ്പുലർ ഫ്രണ്ടുകാരനെ ആർക്ക് പേടിയില്ല? സാധാരണ മുസ്ലിമിന് പേടിയില്ല. പക്ഷെ ആ മുസ്ലിങ്ങൾക്ക് അത് പേടി തന്നെയാണ്. അതേപോലെ തന്നെ തിരിച്ച് സംഘപരിവാർ എന്ന് പറഞ്ഞ പേടി ഉണ്ടാക്കി വെച്ച സാധനത്തിന് ഹിന്ദുക്കൾക്ക് അങ്ങനെ സംഘപരിവാറുകാരനാണ്. ആശയത്തോട് വിയോജിപ്പുള്ളവരും ഹിന്ദുക്കളിലുണ്ടാവും. പക്ഷെ ഓൾക്ക് അവനൊരു പേടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ സാധനം അപ്പൊ ഞാൻ പറഞ്ഞത് അത് വർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ ഇപ്പുറത്ത് അതൊരു ഇരട്ടത്താപ്പാണ്. ഇവർക്ക് ഇത് കുഴപ്പമില്ല, ഇവർക്കിത് ഓക്കെയാണ്. ഓക്കെയാണ്.
അവർക്ക് അത് പ്രവർത്തിക്കണോടോ അല്ലെങ്കിൽ അതിനെ തള്ളി പറയാനോ അതിപ്പോ മുസ്ലിം സമുദായത്തിന് അത് ശരിയായ നിലപാടല്ല, നിങ്ങളുടെ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ അതൊക്കെ പണ്ട് പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവർക്ക് കുറച്ച് വോട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോ ഇപ്പൊ എല്ലാരും ഒതുങ്ങി. പണ്ടൊക്കെ മുസ്ലിം ലീഗ് ഒക്കെ ശക്തമായ നിലപാട് പണ്ടൊക്കെ എടുക്കുന്ന പോലെ കാണിച്ചിരുന്നു. പബ്ലിക്കില് പറയാന്നല്ലാതെ അത് ഉള്ളിൽ അങ്ങനെയുള്ള ഇതില്ല. അവരിപ്പോ സഹകരിച്ചിട്ട് തന്നെ പോവാ. അപ്പൊ ഞാൻ പറയാറുണ്ട് മുസ്ലിം പള്ളികളിലൊക്കെ പിരിവടത്തിയ സംഭവങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അവര് ഏറ്റെടുത്ത് നടത്തുന്ന കേസ് നടത്താനൊക്കെ മുസ്ലിം പള്ളികളിൽ പൊതുവിൽ പിരിവ് നടത്തിയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. പിരിവ് നടത്തിയ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാല് ഞാൻ പറയുന്നത് വെച്ചാല് എന്താ ഇവർക്ക് ഇവിടെ അങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ള പോലെ തന്നെ മറ്റവർക്കും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിനെന്താ എതിര് പറയാത്ത ചോദിച്ചാൽ അത് നിങ്ങൾക്ക് പ്രശ്നം ചോദിക്കാൻ. അപ്പൊ പിന്നെ അപ്പൊ അത് അങ്ങനല്ല. അവര് പിന്നെ മറ്റേ ഭയങ്കര അല്ല, അവര് ഭയങ്കര പ്രശ്നക്കാരാണ്, നമ്മൾ ഇല്ലാതാക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനതാ പറഞ്ഞു, രണ്ടാളും പ്രശ്നക്കാരാണ്. രണ്ടിനും തുല്യമായിട്ട് നിങ്ങൾ രണ്ടും പ്രശ്നമാണ്. ഇത് രണ്ടും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ നാടിന് ആപത്ത് തന്നെ. രണ്ടും ശരിയായ ഈ മതത്തിനെതിരെയുള്ള പോരാടലും അത് അങ്ങനെ പറഞ്ഞ് പ്രവർത്തിക്കുന്നതും ശരിയായ നിലപാടല്ല. അതിന് നമ്മൾ എതിർക്കുക തന്നെ വേണം. പക്ഷെ രണ്ടും ഒരുപോലെ എതിർക്കണം. അതാ ഞാൻ പറഞ്ഞുള്ളത്. ഒരു ഭാഗത്ത് ശരിയും മറ്റൊരു ഭാഗത്ത് തെറ്റായി കാണാൻ പാടില്ല. രണ്ടും ശരിയല്ല. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അവർക്കൂടെ പ്രവർത്തിക്കാച്ചെങ്കിൽ ഇവർക്കും പ്രവർത്തിക്കാം. എന്തേ പ്രശ്നമില്ലല്ലോ. അപ്പം ഉണ്ടാട്ടം പോയി. അപ്പൊ അവരും കൊണ്ടില്ല. അപ്പൊ എന്റെ ഇതിലൊക്കെ ഞാൻ അങ്ങനെ പറയാറുണ്ട്. അപ്പോ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോഴൊക്കെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയാറുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ മറന്നു പോവാണ്. പിന്നെ വിളിച്ചപ്പോ പെട്ടെന്നേ സംസാരിക്കാനായിട്ട് കിട്ടുന്നില്ല. പിന്നെ ഇപ്പൊ ഓണത്തിന്റെ കാര്യം ഇതൊക്കെ തന്നെ ഞാൻ പറയാറുള്ളത്. ഇപ്പൊ മുസ്ലിങ്ങളോടായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഇതാണ്, എന്ത് നിങ്ങള് മതം പിന്നെ അവര് വിമർശിക്കുമ്പോ മതത്തിലെ കാര്യങ്ങൾ ഇവര് പറയുമ്പോൾ വിശ്വാസികളോടാണ് പറയുന്നത് എന്നാണ് ഇവര് പറയുന്നത്. പബ്ലിക്കില് മതം പറയുമ്പോ അപ്പൊ അതേപോലെ വിശ്വാസികളോട് അവരും പറഞ്ഞാൽ അവരെ സംഖ്യയാക്കിയിട്ടും അവരെ വിമർശിച്ചിട്ടും ഇല്ലാത്ത കുറ്റങ്ങളില്ല. അവരെ ഹോട്ടലിൽ അല്ല അവരർത്ഥ മാംസം കഴിക്കരുതെന്ന് ഇവര് നിലപാടെടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അത് പറ്റില്ല. അവര് ഹലാലാണല്ലോ ഇറക്കുന്നത്. അപ്പൊ പറയാം ഹലാലാണ്. ഈ ഹലാലായിട്ട് ഇറക്കുന്നത് പിന്നെ ഞങ്ങള് നല്ല മൃഗത്തിനെ ആണ് ഇറക്കുന്നത്. മറ്റേ പ്രശ്നം ഹലാലിന്റെ ഉദ്ദേശം എന്താ വെച്ചാ നല്ല മൃഗം വൃത്തിയുള്ളത്. അല്ല അതിന്റെ എനിക്കറിയാം. അല്ല ഞാൻ പറയാം അറക്കുന്നതിൽ വേറെ തന്നെ ഒരു പ്രശ്നമുണ്ട്. അതായത് അള്ളാഹുവിന്റെ നാമത്തിൽ അർത്ഥത വയ്ക്കാൻ പറ്റില്ല. അതെന്നെ ഞാൻ പറയുന്നത്. എനിക്കറിയാം, സംഭവക്കറിയാം. നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അതെന്താ വെച്ചാൽ അപ്പൊ ഞാൻ ഈ പറയുന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചു എന്ത് നല്ല മൃഗം കക്കാത്തതും നല്ല ഇനിയിപ്പോ അപ്പുറത്തെ രാജേട്ടൻ വളർത്തി അങ്ങനെ അറുത്തിട്ട് നിങ്ങൾക്ക് അത് കൊടുന്ന കഴിക്കുമോ? കഴിക്കില്ല. അല്ല ഞാൻ പറഞ്ഞത് മുസ്ലിം അർത്ഥം തിന്നോ? ബിസ്മി ചെല്ലിയില്ല. ബിസ്മി ചെല്ലിയില്ലെങ്കിൽ ഇറക്കാൻ കഴിക്കാൻ മതി. ഇപ്പൊ ബിസ്മി ഒന്നും ചെല്ലണില്ല. അത് വേറെ കാര്യം. ഇപ്പൊ അവിടെ ഹലാലായിട്ട് പണ്ട് മദീനയിലുള്ളൊരു മുഫ്തിനോട് മക്ഡൊണാൾഡ്സ് എന്നൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ചിക്കനെ ഇതൊക്കെ മെഷീൻ കട്ടല്ലേ. അല്ലാതെപ്പോ ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ നമ്മൾ പണ്ടൊക്കെ ഈ ഒസന്മാരടുത്ത് കോഴിനെ ഇറക്കുന്ന ആൾക്കാർ നാട്ടിലുണ്ടെങ്കിൽ നാടൻ കോഴിനെ പിടിച്ച് കാലുമീൻ തൂക്കി നമ്മളിങ്ങനെ 5 റുപ്യ 5-10 രൂപ കയ്യിലും വെച്ച് പോവല്ലോ. എന്നിട്ട് അറുത്ത് തൊടിയിലിട്ടത് പടഞ്ഞ് അങ്ങനെയുള്ള ചിക്കനൊക്കെ വെച്ച് അത് അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഇതിപ്പോ മണിക്കൂറിൽ 15, 20, 30, 40 കോഴിനെ ഇറക്കുന്നിടത്ത് അല്ല അങ്ങനെ ബിസിനസ് ചെല്ലി ഇറക്കുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പരിപാടിയും കഴിഞ്ഞ് പോകും. ഇരിക്കേണ്ട കോഴികളെ ഇറക്കി വരണമെങ്കിൽ ഇത് പരിപാടിക്ക്. അപ്പൊ അതൊന്നും ഇപ്പൊ സാധ്യതല്ല. ഇപ്പൊ എല്ലാവർക്കും കണ്ടിട്ടുണ്ട്. ഈ പിന്നെ ഭായിമാരൊക്കെ ഇറക്കുന്നിടത്തേ കപ്പിലൊരു തുള്ളി വെള്ളം ഉണ്ടാവും. എന്നിട്ട് ആ തുള്ളി വെള്ളം വായിലേക്ക് ആക്കും. എന്നിട്ട് ഒറ്റ കൈ കൊണ്ട് തന്നെ ആ കഴുത്ത് പിടിച്ച് കയ്യിലേക്ക് വെച്ച് ഒരാളെന്നെ പിടിക്കലോ ഇറക്കലോ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതും നമുക്കിപ്പോ ഒരു മണിക്കൂറിൽ 10, 50, 20, 30, 40 കോഴിയൊക്കെ ആണെങ്കിൽ നടക്കുള്ളൂ. മണിക്കൂറിന് ആയിരക്കണക്കിന് കോഴികൾ മെഷീൻ വെച്ച് കട്ട് ചെയ്യുന്നിടത്താല് 100 കണക്കിന് കോഴികൾ കട്ട് ചെയ്യുന്നിടത്തല്ലോ. മെഷീൻ വെച്ച് കട്ട് ചെയ്യുന്നിടത്തൊന്നും നടക്കില്ലല്ലോ. പിന്നെ റോബോട്ടിനൊക്കെ ബിസിനൊക്കെ ചിന്തിപ്പിക്കുന്നത്. ഈ ഫ്രോസൺ ചിക്കൻ വരുന്നത് കംപ്ലീറ്റ് അങ്ങനെ കട്ട് ചെയ്തിട്ടാ എല്ലാവരും കഴിക്കുന്നത്. അതിന് മേലെ ഹലാലിനൊരു സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ഡിജിറ്റൽ ഷോപ്പ് കൊടുത്താൽ അടിച്ചു തരുമല്ലോ.
ആർക്കും ഇപ്പൊ അത് അടിക്കാം. പക്ഷെ നോക്കിയിട്ടാണ് അതന്നെ ഹലാലിന് സ്റ്റിക്കർ ഉണ്ടെന്ന് മാത്രം നോക്കണം. പിന്നെ ലിയാഖത്ത് ഭായി എന്താ വെച്ചാ പറയാ, ഇതിപ്പോ എല്ലാവർക്കും അറിയാം ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇസ്ലാം ഇത് ഫുള്ളായിട്ട് ഒരാളെ കൊണ്ട് പക്ഷെ ചെയ്യിപ്പിക്കും. ഇന്നത്തെ സമ്മതിക്കില്ല. കാലത്ത് അത് സമ്മതിക്കണില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇതൊന്നും ഉൾക്കൊണ്ട് ഇപ്പൊ പലിശക്ക് വാങ്ങാൻ പാടില്ല. ഇത് പലിശ പക്ഷെ ഇടപാടുമായി ആ നടത്തുന്നത്. നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാരെ സാഹചര്യം വെച്ച് ഉണ്ടാക്കിയ ഒരു സാധനമാണേ. നമ്മൾ അതെ. ഇന്ന് അപ്പൊ ജീവിക്കുന്ന ഒരു ജീവിത നിലവാരം വെച്ചിട്ട് നമ്മൾ ആ ജീവിക്കുന്ന സംഭവങ്ങളും സങ്കേതങ്ങളും ഒന്നും ഇതിന്റെ 10% പോലും അന്നില്ല. അന്നില്ല. അത് ശരിയാ. ഇപ്പൊ അതാണ് അതാണ് അതിന്റെ കാര്യം. ഇപ്പൊ ആകെ ഉണ്ടായിരുന്ന എന്താ, ഉറങ്ങുന്നുണ്ട്, എഴുന്നേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. കുളിയൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. വസ്ത്രവും കുളിയും ഒക്കെ പരിമിതമായ രീതിയിലായിരുന്നു. അതെ, ഭക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ ഭക്ഷണമൊക്കെ പരിമിതമായിരുന്നല്ലോ. ഇപ്പൊ അതെ. നമ്മൾ എന്ത് കഴിക്കാന്ന് വെച്ചാൽ ഓരോ വിഭവങ്ങളുടെയും പേര്, അതിൽ ചേർക്കുന്ന ഓരോ ചേരുവകളുടെയും പേര്, ഇതൊക്കെ നോക്കി ഹലാൽ ഹറാമെന്ന് തീരുമാനിക്കുന്നല്ലേ അത് അവിടെ കഴിക്കലുണ്ടാവുള്ളൂ. നിക്കലന്നെ ഉണ്ടാവുള്ളൂ. അത് നിക്കലുണ്ടാവുള്ളൂ. ആ പക്ഷെ മറ്റേത് അത് ഒരു ഉരുവിനെ അറുത്ത് അതിനെ കുറകണ്ടെടുത്ത് കുറച്ച് തീ കൂട്ടി അതിന്റെ മുകളിൽ ചുട്ടെടുക്കല്ലേ. അതെ ആകെ വേറെ ചേർക്കാനുള്ള കുറച്ച് പരിപാടിയൊന്നുമില്ല. ഉപ്പ് കിട്ടിയാ ആ കിട്ടി, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഇന്നിപ്പോ ടേസ്റ്റ് ഉണ്ടാക്കാനുള്ള സാങ്കേതികമൊക്കെ ചേർക്കുന്നത് പല അതെ. ഇതാണ്. അപ്പൊ അതൊക്കെ നോക്കി കഴിഞ്ഞാൽ ഹലാലായിട്ടൊന്നും കഴിക്കാൻ കഴിയില്ല. അത് വിശ്വാസികൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. നമുക്ക് പറയുന്ന കേസാണ് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊന്നും പബ്ലിക്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അതെ അതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ കുടുങ്ങിപ്പോയി. അപ്പൊ നമ്മൾ നിരീശ്വരവാദിയാക്കി, യുക്തിവാദിയാക്കി, പലതും നമുക്ക് നമ്മളോട് നമ്മളിങ്ങനെ നിരീശ്വരവാദി യുക്തിവാദി ഒക്കെ ആക്കി ഇപ്പൊ നിങ്ങൾ ഇടങ്ങാറാക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോ തന്നെ ഒച്ചയുംവിളി ഉണ്ടാക്കുന്ന ആൾക്കാര് ഓലും ജീവിതത്തിൽ ഓരോ ദീനൊന്നും കൊണ്ടുനടക്കണമെന്നല്ലേ. ഇല്ല, ഒരിക്കലും അവരാണ് ഏറ്റവും കൊണ്ടുനടക്കാത്തത്. ഞാൻ പറഞ്ഞത്, ഞാൻ ഇനിയിപ്പോ എന്റെ ലൈഫിൽ പറയാണ്, ഈ ദീനീപരമായി നടക്കുന്ന ഒരാൾക്കും നമ്പാൻ പറ്റില്ല, വിശ്വസിക്കാനേ കഴിയില്ല. കാരണം അവര് നമ്മളെ ചതിക്കും. ഈ ഇടപാടുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ഒരു എത്തിങ്ങാണ്ട് പിരിവിന് പോയിരുന്നു കുറെ മുന്നേ. അപ്പൊ പറഞ്ഞ ഇവിടെ പറയുന്നില്ല, പേരൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ പോയി. എനിക്കൊരു ബജാജിന്റെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, പെട്രോൾ വണ്ടി, പഴയ. അതില് 500 രൂപയുടെ എണ്ണ അടിക്കുക. പിന്നെ 500 അല്ല, ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും. 500 എന്നല്ല, എണ്ണ അടിക്കും. എന്നിട്ട് അത് ഇങ്ങനെ ഓടുകയാണ്. നല്ല സെറ്റപ്പ് വീടുകളിൽ മാത്രമേ കയറുള്ളൂ. ചെറിയ ചെറിയ പിരിവല്ല കേട്ടോ, നല്ല സെറ്റപ്പ് പിരിവ് തരാം. അവിടെ പോയിട്ട് ഒരു ബിരിയാണിക്ക് 1500, 1500 1300 ഒക്കെ ഓർമ്മ കിട്ടില്ല. പിന്നെ സാധാ ചോറിനും വെജിറ്റബിളിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് 800, 1000 ഉണ്ട്. ചിക്കൻ ബിരിയാണിക്ക് 1200 ഇങ്ങനെ പറഞ്ഞിട്ടാണ് കണക്കാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ. അപ്പൊ ഈ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലർക്ക് പുരുഷന്മാരുണ്ടാവും. ഈ ഗൾഫിലൊക്കെ പോകുന്ന അങ്ങനത്തെ നല്ല സെറ്റപ്പ് വീടുകളിൽ മാത്രമേ കയറുള്ളൂ. അതങ്ങനെ ഒരു മാസത്തിൽ ഒരു റൗണ്ട് അടിക്കലുണ്ട് ഇയാൾക്ക്. എന്റെ വണ്ടിയിൽ ഇങ്ങനെ കിടങ്ങുന്ന പണി. അപ്പൊ ആ വീട്ടിൽ പോയി കഴിഞ്ഞാല് നമ്മൾ പറയും, ഇവര് പറയും ഒരു ഇങ്ങനെ വരുന്നത് എത്തിങ്ങാണ്ട് ഇതിൽ നിന്നാ വരുന്നത്. അതൊക്കെ അവർക്ക് അറിയാം. അവിടെ കയറിയ വീടുകളാവും, ഇടക്കൊക്കെ വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് അയാൾ ദുആ ചെയ്യും. നമ്മള് ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ എഴുതി ഉണ്ടാവുക. ഈ ഒരു വെജിറ്റബിൾ എഴുതിയത് ഇയാളെ ദുആന്റെ അടുക്കൽ ദുആ ചെയ്തു തുടങ്ങിയാല് അത് നമുക്കൊരു 3 അല്ലെങ്കിൽ 4 ആയി കിട്ടും. കാരണം ഇയാളുടെ ഖബറും നരകവും വിദേശത്ത് കിടക്കുന്ന പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ. എത്ര മരണങ്ങളാണ് നമ്മളെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ജോലി എടുക്കാൻ ഇന്ന് കാണാനില്ല, ഗൾഫിൽ നിന്ന് വേണം, മയ്യത്തുകൾ ഇങ്ങനെ വരികയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് ഈ സ്ത്രീകള് ഡോറിന്റെ ബാക്കിലുണ്ടാവുക, സൈഡിൽ. അപ്പൊ അവിടുന്ന് ഇത് കൂടുതൽ കിട്ടുന്നുള്ളതിന്റെ ലക്ഷണം എങ്ങനെയാ വെച്ചാല്, ഇവര് ആമി എടുക്കുമ്പോ പറഞ്ഞൊരു കരച്ചില് വരും, ചെറിയൊരു പൊട്ടിച്ചീറ്റില് വരും, ഒരു മൂക്ക് വലിച്ച ചീറ്റിലൊക്കെ ഉണ്ടല്ലോ, ഇതോരെ കണ്ണിൽ വെള്ളം വന്നിട്ടുള്ള അതിൽ വന്നു കഴിഞ്ഞാൽ ഇയാൾക്കറിയാം ഇത് പൈസ കൂടുന്നു. അങ്ങനെ അത്രയും പൈസ കൂടുതൽ വരും. അതൊക്കെ ആവും, കൂടുതലാവും. ലാസ്റ്റ് ഇത് കൂടുക. ഇനി ഇത് ഇവര് 3 ഉസ്താദുമാരാണ് ബാക്കിലുണ്ടാവും. ഒരു നല്ല സെറ്റപ്പിൽ ഒരു ചങ്ങായി താടിയൊക്കെ വെച്ചാൽ കണ്ടാ ഒരു നമ്മൾ പറയില്ലേ, കണ്ടാ എണീറ്റിക്കാൻ തോന്നുന്നു. അയാളെ കണ്ട ഒരു ഭയം കൊണ്ട് അതി സെറ്റപ്പുള്ള ഒരാളായിരുന്നിട്ടാ. വേറെ 2 ആൾക്ക് ഒരാൾക്ക് 500 വെച്ചിട്ട് ഇയാള് ശമ്പളം കൊടുക്കണേ. എനിക്കും 500 രൂപ ഓട്ടോറിക്ഷക്ക്, പിന്നെ പെട്രോളും ഫുൾ പെട്രോൾ അടിക്കുക. ഫുഡ് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഹോട്ടലിൽ നിന്ന് ബീഫോ അതിന് കണക്കൊന്നുമില്ല. ബീഫ് കഴിക്കാം, എന്തും കഴിക്കാം, ബിരിയാണി, ഏത് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. ഇയാളെന്ത് ചെയ്യും? നല്ല പിരിവാണ്, നല്ല പിരിവാണൊക്കെ. എന്നിട്ട് ഇയാളെന്ത് ചെയ്യും? ഈ ഉസ്താദുമാര് ദുആ കുറവാണ്, എന്തെങ്കിലും പ്രശ്നം ഇവര് തമ്മിൽ വന്ന് ഫൈറ്റ് ചെയ്യും. ഇയാള് ബാക്കിൽ ഇരുന്നിട്ട് ഇത് വേണമെങ്കിൽ കാട്ടി, എനിക്ക് ഇതില്ല, ഒന്ന് നന്നായി തോരക്കണ്ടേ, അവര് ഇതാക്കണ്ടേ, അവിടുന്ന് കിട്ടല് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ കുറച്ച് കിട്ടാണ്ടായ ഇവര് തമ്മിൽ തല്ലൂടും. എന്നിട്ട് ലാസ്റ്റ് ഇവര് തമ്മിൽ തല്ലൂടിക്ക് എന്നെ വിളിക്കും. നിങ്ങൾ ഒരു വണ്ടി തയ്യാറാക്കി തരുമോ? ഞങ്ങള് വേറെ പോകാനാണ്. ഞാൻ അന്ന് വിചാരിച്ചെന്താ വെച്ചാല് ഈ ഉസ്താദ് ഇങ്ങനെ ആവും, അതുകൊണ്ടാവും ഞാനിപ്പോ എന്റെ ആശയക്കാണ്. ഇക്ക് അതിനാലൊക്കെ കൊറേ ഡൗട്ട് അടിച്ചിട്ടുണ്ട് അന്നൊക്കെ. ഇവര് അപ്പൊ ഒരു ഉസ്താദുമാരല്ലതേ, അടുത്ത് വേറെ ടീമാവുകയാണേ. അതാ രസം. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വൈക്ക് കണ്ട അയാൾ നിങ്ങളെ കഷ്ണം വെട്ടും പറഞ്ഞു ഞാന്. അത് ഞങ്ങൾ ഈ വൈക്ക് വരില്ല, വേറെ വൈക്ക് പോയിക്കോളാം. ഈ ഒരു വണ്ടി പക്ഷെ ഈ വണ്ടി തയ്യാറാക്കണ എങ്ങനെ വെച്ചാൽ അവരുടെ നാട്ടിൽ നിന്നുള്ള വണ്ടിയല്ല, ഞാനും അത് അവരുടെ നാട്ടിലല്ല. ഞാൻ കുറച്ച് ദൂരെയാണ്. അതാണ് ഇതിന്റെ കളി. അവിടുന്നൊക്കെ എടുത്ത് കഴിഞ്ഞില്ലേ അന്നൊക്കെ അത് പറയില്ലേ കിട്ടുന്നത് തമ്മിൽ കണക്ക് എല്ലാവർക്കും അറിയാലോ. ഇതാകുമ്പോ ഓട്ടോറിക്ഷക്കാരോ പൈസ വാങ്ങി പോയിക്കോളും. എനിക്ക് മൂല്യരും പോകും. ഇയാളെ നാട്ടിൽ നിന്നല്ല വണ്ടിയിൽ കയറുക. ഇയാൾ അവിടുന്ന് കുറച്ച് ഒരു സെന്റർ ഉണ്ട്, എന്റെ അവിടുന്ന് ഞാൻ ഇവിടുന്ന് പോകണം. എന്നിട്ട് അവിടുന്ന് വരെ വെച്ചിട്ട് അവിടുന്ന് തന്നെ വണ്ടിയിൽ കയറുക. എന്നിട്ട് ആദ്യത്തെ പമ്പിൽ പോയിട്ട് എണ്ണ ഫുള്ളാക്കല എന്റെ പരിപാടി. എണ്ണ ഫുള്ളാക്കിയിട്ട് എന്നിട്ട് ഇയാൾ ഇന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയേ ഇങ്ങനെ ഈ കുട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന കുട്ടിയാ, ആഴ്ചയിൽ ഒരു ദിവസം ആ കുട്ടി ഇതിന് വേണ്ടിട്ട് ഫ്രീ ആയിട്ട് ഓടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ കളിക്കാം. ഇന്നെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പോ ഒന്നിങ്ങനെ ഇനിയിപ്പോ എന്തേലും ആയിക്കോട്ടെ, എനിക്കിന്റെ വാടക കിട്ടിയത് എന്തേലും ആയിക്കോട്ടെ, അങ്ങനെ നമുക്ക് വാടക നോക്കുക, വേറെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ ഓടിയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഉസ്താദാണ് ഈ തിരക്കിടില്ല. ഇവര് തമ്മിൽ എത്ര ഉസ്താദ്മാര് മാറി വരുന്നുണ്ട്, ഇവര് തല്ലൂടിയിട്ട് പോയിട്ട്. അപ്പൊ ഇവരൊക്കെ ഇതിന്റെ ആൾക്കാരാണ്, പറ്റിക്കൽ തന്നെയാണ്. പൈസ ഞാൻ പറഞ്ഞപ്പോ ഈ ഇസ്ലാം അത് പിന്നെ പൈസ ഇല്ലെങ്കിൽ ഒരു അടി മുന്നോട്ടാവില്ല. ഒന്നും വേണ്ട. അപ്പൊ പള്ളിയിലെ ഉസ്താദ് നിസ്കരിച്ചുകൊണ്ട് ഹത്തീബോടെ വലിയ മെമ്പറും വന്നിട്ട് അതൊക്കെ പറയും, 2 മാസത്തെ ശമ്പളം കൊടുത്തില്ല, നിങ്ങളെ പണിയൊക്കെ എല്ലാവരും കൂടി നിസ്കരിച്ചോളൂ, ഞാൻ എന്റെ പണിയൊക്കെ പോകാറ്. വിശ്വാസം അല്ല അവിടെ പൈസയാണ്. സുബൈക്ക് കുനൂത്തോതാത്ത കമ്മിറ്റിക്കാരെ വിളിച്ച് ചോദിച്ചത് നിങ്ങൾ എന്താണ് കുനൂത്തോതാത്താന്ന്. പിന്നെ നിങ്ങളിപ്പോ 4000 റുപ്യ ശമ്പളത്തിന് കഴിഞ്ഞപ്പോ കുനൂത്തും കൂടി പക്ഷെ അതാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഈ വിശ്വാസം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരെ പൈസ ഉണ്ടാവണം. അതായത് ഇതിൽ വിശ്വസിക്കുന്ന കൂടുതൽ ആൾക്കാരെ എങ്ങനെയാ ഞാൻ പറഞ്ഞിട്ട്, നമ്മളിപ്പോ ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടല്ലോ, ഈ പിന്നെ മതപരമായിട്ട് കൂടുതൽ പഠിക്കാതെ മറ്റുള്ള അവർക്കാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം. ഈ മതം പഠിച്ച ഒരുത്തനും വിശ്വാസം ഇല്ല കേട്ടാ. മറ്റൊരുത്തന്റെ പോക്കറ്റിൽ നിന്ന് എങ്ങനെ പൈസ അടിച്ചു മാറ്റണം, എന്തൊക്കെ പറഞ്ഞിട്ട് എടുക്കണം എന്നുള്ള ഒറ്റ ചിന്ത അവർക്കുള്ളൂ. അയ്യോ നമ്മളിപ്പോ സാധാരണ ഇപ്പൊ നമ്മളെ പോലെ ഞാനൊന്നും പഠിക്കാത്ത നമുക്കൊക്കെ ഇത് വളരെ വിശ്വാസമായിട്ട് മുന്നോട്ട് നല്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ കൂടി പറയാൻ എന്നെ കൊണ്ട് പ്രേരിപ്പിച്ച് നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കി വീക്ഷിച്ചതിന്റെ വെച്ചാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ ഞാൻ ഉൾക്കൊണ്ട് നോക്കി വെക്കുമ്പോ മൊത്തത്തിൽ ശരിയാണ്. ഞാൻ ഈ എത്തിങ്ങാണ്ട് പിരിവിന് പോയപ്പോ ഒരുപാട് ഉസ്താദന്മാരെ കണ്ടിട്ടുണ്ട്. ഒക്കെ കള്ളാനിക്കങ്ങള് കാശ് പറ്റിക്കാൻ, മറ്റൊരുത്തന്റെ പൈസ പറ്റിക്കാന്നല്ലാണ്ട് വേറൊന്നുമില്ല. അത് എന്റെ നാട്ടിൽ നിന്ന് ഒരാള് പണ്ട് സ്ഥലക്കച്ചവടത്തിന് ഒരു സ്ഥലം ഇയാളുടെ കയ്യിലുള്ള കുറച്ച് സ്ഥലം വിറ്റിട്ടെ അവസാനം പൈസ കിട്ടിപ്പോരാതെ ഇടങ്ങേറായിന്ന്. വലിയ മൂത്ത മൊലിയാരുടെ സ്ഥാപനാണ്. അവസാനം അത് പടച്ചമ്പാത്തുനിന്ന് നമുക്കൊരു വലിയ കൂലിയാവും എന്നൊക്കെ പറയുമ്പോ ഇയാൾ അന്ന് പടച്ചമ്പാത്തുനിന്നുള്ള കൂലി ഞാൻ വേറെ വാങ്ങിക്കോളാം, നിങ്ങളെ സ്ഥലത്തിന്റെ പൈസ തരും. അവസാനം ഇയാള് എന്താ പറയാ ശപിക്കണ പോലത്തെ ഡയലോഗ് അടിച്ചു വന്ന്. ഈ മൊയ്ലിയന്മാർക്ക് ഒരു കാര്യം എന്താ വെച്ചാല് പൈസ എല്ലാ മൊയ്ലിയന്മാരെയും കുറ്റം പറയില്ല കേട്ടോ. നല്ല നമ്മള് നല്ലൊരു അല്ല പേരെടുത്തിട്ട് ഞാൻ പറയണില്ല, പേരെടുത്ത് പറഞ്ഞാൽ നമുക്ക് അറിയപ്പെട്ടും. എന്റെ അവിടുത്തെ സ്ഥലത്ത് ഒരു മൊയ്ലവി ഉണ്ടായിരുന്നു, ഉസ്താദായിരുന്നു. നമ്മൾ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അയാളാ പൈസ കൊടുക്കാതെ നമ്മളെ കൊണ്ട് കൊടുപ്പിക്കില്ല. എന്നാ മറ്റുള്ള വേറെ ഉസ്താദന്മാരുണ്ട് നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ കൊടുപ്പിക്കാൻ പറ്റും അവരെ അങ്ങനെയൊക്കെ വാങ്ങും. 5 പൈസ അവരെ കയ്യിൽ അവര് സദക്കി സക്കാത്ത് കൊടുക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കും, സദക്കി സക്കാത്തൊക്കെ കൊടുക്കാൻ പഠിപ്പിക്കുക എന്നല്ലാണ്ട് അവരെ കിട്ടില്ല. ഏത് ഇനിയിപ്പോ ഉസ്താദ്മാര് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ അവിടുത്തെ മറ്റേ തങ്ങൾ എന്താണ് അതിന്റെ പേര്, ആറ്റപ്പോയെ, അത് നാട്ടുകാരെ കാശ് അതെങ്ങനെ അത് ബിസിനസ് ട്രിക്കാണ്. അയാള് 10% അതാ പരിപാടി. അയാള് അങ്ങനെ കൊടുക്കണത്. അത് കൊടുക്കുന്നത് അയാള് അധ്വാനിച്ച പൈസ ഒന്നല്ല, മറ്റുള്ളവന്റെ പൈസ വാങ്ങിയിട്ട് അതിനൊരു 20% 10% ചെലവാക്കാണ്. അത് മാത്രമേ വലിയ അത് കൊടുക്കുമ്പോ എല്ലായിടത്തും അറിയിപ്പിക്കണുണ്ട് കംപ്ലീറ്റ്. കിട്ടുന്നത് എത്രയെന്ന് ആളുകൾക്ക് അറിയില്ലല്ലോ.
കിട്ടണത് അറിയുന്നില്ല. ഈ കൊടുക്കണത് മാത്രമേ ആൾക്കാർ കാണുള്ളൂ. അതിന് ഡബിൾ അയാൾ ഉണ്ടാക്കുന്നുണ്ട്. അയാൾ ഏതാ ആള് കിട്ടാ? അയാളൊക്കെ ബിസിനസ് ചെയ്യാൻ പഠിച്ച ആളാ. ഇനിയിപ്പോ അതിന്റെ ഒരു 5 ഇറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒരു ചങ്ങായി ഇറങ്ങിയിട്ട് ഒപ്പം വേറൊരാളും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ പറയും, ഇപ്പൊ നിങ്ങൾ പറയും മതം, ഇപ്പൊ നിങ്ങള് പിന്നെ സംഘികളെ പൈസ വാങ്ങിയിട്ടാണ് വിമർശിക്കുന്നത് എന്നൊക്കെ പറയും. ഞാൻ പറയും സംഘികളെ നിങ്ങൾക്ക് മതം പറയാച്ച അതിനെക്കാട്ടി കൂടുതൽ കാശ് കിട്ടും. ഇതിലാണ് ഏറ്റവും കൂടുതൽ കാശ് കൂടുതൽ കിട്ടുക. കണ്ണീര് ഒഴുകണ ദോയൊക്കെ തോർക്ക് എനിക്കറിയാം. ഞാനൊക്കെ ആഞ്ഞു പിടിച്ച് തോർന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ആഞ്ഞ് തോർന്നു കഴിഞ്ഞാല് കാശിന്റെ പോലും. സ്വർണ്ണല്ല ഇനി എവിടെ പത്തായത്തിനുള്ളിൽ കൊണ്ടുവച്ച് ആൾക്കും പുറത്തു പോരും. അപ്പൊ ഇത് സംഖ്യകളൊന്നും പറഞ്ഞിട്ട് പൈസ ഇട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊന്നും അതിനൊന്നും ഞാൻ പറയണ ഇപ്പൊ ഇവിടെ അതല്ല, നമുക്കിപ്പോ ഇവിടെ ഹിന്ദു സഹോദരന്മാർ നമുക്ക് പബ്ലിക് തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ നോക്കുമ്പോ പറയുന്നുണ്ട്, അവർക്കൊന്നും അതിനൊന്നും നേരമില്ല. അപ്പൊ അവര് ഒരു പിന്നെ ഇത് ചെയ്ത് അല്ലെങ്കിൽ ഒരു ശ്രീകൃഷ്ണന്റെ പിന്നാലെ ഓടി അല്ലെങ്കിൽ മറ്റോരെ പിന്നാലെ ഓടി എന്നും പറഞ്ഞിട്ട് ആരും അവര് പ്രോത്സാഹിപ്പിക്കില്ല. അവരെ പാടായി അവരെ. നമ്മുടെ ഒരു കാര്യം എല്ലായിടത്തും കുറച്ചൊക്കെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അതൊരു ജനറൽ നമ്മള് അല്ല, നമ്മുടെ ആൾക്കാർ ഇതിൽ കൂടുതലാണ്. ഞാൻ അത് ശരിയാണ്. അതിപ്പോ പെൺകുട്ടി നോൽമ്പ് പറ്റൂന്ന് പറഞ്ഞാൽ പിന്നെ അത് വെച്ച് അത് ഒന്നാമത്തെ അയാള് ചെയ്തായിരുന്നു. അയാളെ ഫസ്റ്റ് മുതലേ വീഡിയോ ഞാൻ കാണാൻ തുടങ്ങിയതാ. അയാള് ആദ്യമൊന്നും ഇതിനെ പറ്റി പറഞ്ഞു. ഇയാളെ പണ്ട് ഞാൻ ഈ കോഴിക്കോടൊന്നും പുറത്തുള്ള പരിപാടി തുടങ്ങിയിട്ടില്ല. അതിന്റെ മുമ്പ് ഞാൻ ഇയാള് ഒരു സംഭവം വിളിച്ച് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തപ്പോ ഞാൻ അയാളെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചു. നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയണത്? നിങ്ങളൊരു കാര്യം പറയുമ്പോ നമ്മളെയൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ അത് പറയണ്ടല്ലോ. അപ്പൊ അത് ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ എവിടുന്ന് ഈ ചരിത്രം കിട്ടിയാൽ നമുക്കൊന്നും അറിയാത്ത കുറെ ചരിത്രങ്ങൾ നിങ്ങൾ പറയണെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ അയാൾ ഇങ്ങനെ വലിയ സംസാരമൊക്കെ സംസാരിച്ചു. പിന്നെ അവസാനം നോക്കുമ്പോ അയാൾ ഖുർആനും വായിച്ചിട്ടില്ല, അയാള് ചരിത്രം വായിച്ചിട്ടില്ല, ഏതോ ഒരു പുസ്തകം വായിച്ചിട്ട് ഒരു 150 പേജുള്ള പുസ്തകം വായിച്ചിട്ട് അയാള് അയാളെ നമ്മൾ കുറ്റം പറയണില്ല. അയാൾ ചെയ്തത് അല്ല, അയാളെ പിന്നാലെ വിശ്വാസികളെല്ലാരും കൂടെ കൂടി അയാളെ ദുബായി കൊണ്ടുപോയി അയാൾക്ക് വീട് വെച്ചു കൊടുത്തു. എന്തൊക്കെ പരിപാടി. അതാ ഞാൻ പറഞ്ഞത്. അതാ അയാള് ദീർഘവീക്ഷണ അത് കണ്ടിക്കണ്. ഈ പൾസ് എങ്ങനെ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയ എന്ത് ചെയ്താലാണ് ഇത് ചെയ്യാൻ പറ്റുക. ഇപ്പൊ എന്ത് ചെയ്ത് അയാള് നേരെ തിരിഞ്ഞു. അത് മൊത്തം കിട്ടിയപ്പോ അയാൾക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ, അയാള് പിന്നെ നിർത്തി. അയാൾ നിർത്തി, അത്രേ ഉള്ളൂ. അപ്പൊ അതിന് പിന്നാലെ തൂങ്ങി വിശ്വാസികളാണ്. വേറെ ഒന്നുണ്ടായിരുന്നല്ലോ, വേറൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, ഒരു പോലീസുകാരനായിരുന്നു, റിട്ടയർഡ് പോലീസുകാരൻ. അയാള് പോലീസ് റിട്ടയർ ചെയ്തു. എന്നിട്ട് പിന്നെ മറ്റേ ഫിലിപ്പ് മമ്പാട്. ഫിലിപ്പ് മമ്പാട്. അത് അങ്ങനെ ഒരാളെ കിട്ടിയാല് അവരങ്ങനെ കൊണ്ട് നടന്ന് ആഘോഷിക്കലാണ്. അതിന് ഇപ്പൊ ലിയാഖത്തിൽ ഈ സംഗതി ഇപ്പൊ അവരെ മതത്തിനെക്കാട്ടും നല്ലതാണെങ്കിൽ അവരിത് ഇതിലേക്ക് ചേർന്നിട്ട് പ്രവർത്തിക്കില്ലേ വേണ്ടത്. രണ്ടു വഞ്ചിയില് കാലിട്ടിട്ട് ആ വഞ്ചിയിൽ ഈ വഞ്ചിയിൽ ഒരു കാല് വെച്ചിട്ട് പോവില്ലല്ലോ ചെയ്യേണ്ടത്. സ്വാമിയോട് ചോദിച്ചതിനോട് കൂടെ സ്വാമി എന്നോട് ദേഷ്യപ്പെട്ടു, ഒച്ചിട്ട് പറയുന്ന ആൾക്ക് എത്തിയപ്പോ ഞാൻ പിന്നെ നിർത്തിയ. അല്ല തെറി, ഇവര് വിശ്വാസം അവർക്ക് അതിനെക്കാട്ടും മെച്ചപ്പെട്ടതാണ് ഇത് എന്ന് പറയുമ്പോൾ അതിലേക്ക് കയറുക, എന്നിട്ട് ഇത് ഉൾക്കൊണ്ടിട്ട് ഇതിൽ പറയാ. അതല്ല ചെയ്യുന്നതേ. അവരെ നിന്നിട്ട് ഇതല്ല, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് മണ്ടന്മാരാണെന്ന് ഓര് പഠിച്ചിരിക്കുന്നത് വിശ്വാസികള്. കാരണം ഇവര് തൂങ്ങും പിന്നാലെ. അപ്പൊ എല്ലാരും ഇപ്പൊ ഇതിന്റെ പിന്നാലെ ഇപ്പൊ നോമ്പ് നോൽക്കണവരായി. ഇപ്പൊ ഒരു യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയാൽ നോൽമ്പ് നോക്കണതായി. ഒരു പിന്നെ എന്റെ ലൈഫോ എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങി. അതിന് തോന്നി അതിന്റെ അടിയിൽ മൊത്തം വിശ്വാസികള് എന്ത് ഹിദായത്ത് തരട്ടെ, സ്വർഗത്തിൽ സ്ഥാനം കിട്ടും, അങ്ങനെ അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് മൊത്തം ആളുകളാണ്. അത് അവർക്കും അറിയാം. കാരണം ഇതൊന്നും റീച്ച് കിട്ടണ്ടേ. റീച്ച് കിട്ടണമെങ്കിൽ ഈ താങ്ങുന്നതാണ് നല്ലത്. അത് താങ്ങുമ്പോഴാണ് മെച്ചപ്പെടുന്നത്. ഇന്ന് നേരെ തിരിച്ചോ ഈ പറയുന്ന നല്ല സൗഹാർദ്ദമാണ്. സ്വാമിയൊക്കെ ഭയങ്കര സൗഹാർദ്ദക്കാരൻ നിന്നിട്ടാണ്. അങ്ങേപോലത്തെ ഒരു മനുഷ്യനാണ്, അങ്ങേപോലത്തെ മനുഷ്യനാണ് കേരളത്തിൽ വേണ്ടത്. അങ്ങാണ് കേരളത്തിന്റെ ഇത് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ആള് എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇന്നാ തിരിച്ചോ ഒരു പിന്നെ മുസ്ലിം സ്ത്രീ നമ്മളൊരു അമ്പലത്തിൽ പോയി വെറുതെ നടന്നെന്ന് പറഞ്ഞാൽ മതി, കണ്ടാണ്ട് കഴിച്ചു, പിന്നെ നോക്കാനില്ല, കഥ കഴിഞ്ഞു, സൗഹാർദ്ദം അവിടെ തീർത്തും. അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പൊ അത് ഉൾക്കൊള്ളാൻ പറ്റുക. ഈ നമ്മുടെ മറ്റുള്ളവർ നമ്മുടെ ഉൾക്കൊള്ളുമ്പോ അത് സൗഹാർദ്ദം നമ്മുടെ അങ്ങോട്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയണേ, ഞാനിപ്പോ ഒരു വിശ്വാസിയാണ്. ഇപ്പൊ എന്റെ അടുത്തുള്ള ഒരു കുമാരേട്ടൻ എന്റെ പിന്നെ പെരുന്നാളിനോ എന്തിനെങ്കിലും അല്ലെങ്കിൽ
എന്റെ പള്ളിയിലേക്ക് ഒരു ആടിനെ, പിന്നെ ഇതിനാ വരുന്നത് തലേ ദിവസത്തെ മൗലൂദില്ലേ, കാലത്ത് നമ്മൾ മൗലൂദ് ഓതും, അതിൽക്കൊരു ആടിനെ തന്നു, നിങ്ങൾ അറുത്തിട്ട് മാംസം വെച്ച് കഴിച്ചോളി, അതിനെ മൗലൂദ് ഓതിക്കോളി. ഞാൻ അത് സ്വീകരിച്ച് ഓക്കെ ആക്കിയ, ഞങ്ങൾ വലിയ ആഘോഷമായി സ്വീകരിച്ച്. ഇന്ന് ഞാനതിന്റെ ഒരു സൗഹാർദ്ദത്തിന് കുമാരേട്ടാ ഒരു ടിന്നെണ്ണ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ കത്തിച്ചോളി. ആ അവിടെ തീർന്ന് പരിപാടി. സൗഹാർദ്ദമൊക്കെ തേങ്ങയുടെ മൂടായി, പരിപാടി അവിടെ കത്തിച്ചു. ആ വിശ്വാസമൊക്കെ തേങ്ങയുടെ മൂടായി. അപ്പൊ ഞമ്മക്ക് ചെറുക്കായി, ഞമ്മള് വിശ്വാസം ഉൾക്കൊണ്ടിട്ടും തന്നെ കൊടുത്തേ. ആ കുമാരത്തിന്റെ ഒരു സന്തോഷത്തില് കുമാരട്ടാ നമ്മള് ഏത് ടിന്നെണ്ണ അമ്പലത്തിൽ കൊടുത്തോളൂ, കൊണ്ടുപോയി കത്തിച്ചോളൂ ട്ടോ. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞു നോക്കി, കഴിഞ്ഞ പരിപാടി. ആ അതാണ് ഇവിടെ പ്രശ്നങ്ങൾ. എന്നിട്ട് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക, ഇത് ഇത് മതേതര രാജ്യമാണ്, ഇതെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉൾക്കൊണ്ടിട്ട് പോകേണ്ടി വരും. ചിലപ്പോ ആലോചിക്കണെന്ന് ഇതിനൊക്കെ എന്താ പറയാ, ഇതിനൊക്കെ എതിരായിട്ട് ഇങ്ങനെ പബ്ലിക്കിൽ എന്ന് പറയുന്ന മൂല്യന്മാരുടെ ഒക്കെ കാലം കഴിഞ്ഞു എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇത്തവണത്തെ ഓണത്തിന്റെ ഒക്കെ വീഡിയോകള് ഇഷ്ടം പോലെ, അതായത് ഓരോ ആ ഒരു പ്രതിരോധമൊക്കെ തീർന്നു. പണ്ടൊക്കെ വീട്ടുകളിൽ ഞാനിപ്പോ ഞാൻ ഇപ്പൊ സ്ത്രീകള് പെൺകുട്ടികള് ഇപ്പൊ ഞാൻ പബ്ലിക്കിൽ ഇപ്പൊ കാണുമ്പോ ഞാൻ പറഞ്ഞത് വെച്ചില്ല, അപ്പൊ അത്രയും രക്ഷിതാക്കള് അതിനൊരു പണിഷ്മെന്റോ കാര്യങ്ങളോ കൊടുക്കണില്ല എന്നുള്ളതാണ് അതിന്റെ അതന്നെ. ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ മുന്നത്തെ ഒരു തലമുറ ഇപ്പൊ മാത്രല്ല, ഞാൻ ഇപ്പൊ ഒരു ചങ്ങാതിയുടെ ഒരു റീല് കണ്ടത്, വെള്ളിയാഴ്ച ജുമക്ക് നിക്കണം എല്ലാരും, ഫുള്ള് മറ്റേ ഓണം ഡ്രസ്സാണ്, ഡ്രസ് കോഡ്. അതന്നെ, അങ്ങനെയൊക്കെ തന്നെ ഇത് മാറാന്ന്, ശരിയായിക്കോളും. അങ്ങനെ പുതിയ കാലത്ത് പുതിയ തലമുറ അതൊക്കെ കൈകാര്യം ചെയ്തു. എന്റെ മക്കളോടൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംസാരം സംസാരിച്ചാൽ തന്നെ അവര് നാട്ടി വിടും. പുതിയ തലമുറ കൈകാര്യം ചെയ്യാൻ അവർക്ക് മാറ്ററിന് സംസാരിക്കാൻ താല്പര്യമില്ലല്ലോ, അതാണ്. ഇതൊന്നും കേൾക്കാനും ഇല്ല, ഇങ്ങനത്തെ ഒരു സംഭവവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ശരിയാവുന്നു കാലം കുറച്ചെടുക്കുമ്പോഴത്തേനൊക്കെ നമ്മളിങ്ങനെ മാറ്റം കൂടുതലായിട്ട് കാണും. വിവാഹത്തിന്റെ കേസ് വന്നു. ഇപ്പൊ രണ്ടാമത് 4 വിവാഹം കഴിക്കുന്നതിനെ പറ്റിയിട്ട് ഇപ്പൊ അതിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമമാണോ, അത് ഉൾക്കൊള്ളണോ, അത് അങ്ങനെ തന്നെ നിലപെട്ട് നീ പറയുന്ന ഒരാളുടെ രണ്ടാമത് ഇപ്പൊ ഞാൻ ഒരു ധരിക്കാം, ഞാൻ രണ്ടാമത്തെ ഒരു വിവാഹം മൂപ്പരെ മകളെന്ന് ചെന്ന് അന്വേഷിച്ച് എന്നെ അടിച്ചു കൊടുക്കും. എന്റെ പല്ലും ഉണ്ടാവില്ല, ഒരു തേങ്ങ ഉണ്ടാവില്ല അവിടെ. ഈ പറയുന്ന അതല്ല, ഇതിപ്പോ ഈ പറയുന്ന ശരീഅത്ത് പറയണ വിശ്വാസത്തിന്റെ ഒരു 4ാമത് അനുവാദം കൊടുത്തതാണ്, അള്ളാഹ് ഹലാലാക്കിയത് 4 വിവാഹം കഴിക്കാന്നുള്ളത്. അത് കഴിക്കാന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്, ഓനെ അതിനെ പറ്റി ന്യായീകരിക്കാന്ന് വിചാരിച്ചോ. രണ്ടാമത് ഓന്റെ മകളോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ട്, ഞാൻ കല്യാണം ആലോചിച്ചില്ല, ഞാൻ പറയും നല്ല പൈസ ഉണ്ട്, സമ്പത്തുണ്ട്, ഒരേപോലെ നോക്കാൻ പറ്റും, ഒരു വീട് അപ്പുറത്ത് അപ്പൊ തന്നെ വെച്ചു കൊടുക്കാം, ഒരു മാസത്തിനുള്ളിൽ വീട് കയറ്റാനുള്ള കാശുണ്ട്, ഓനെ പോയിട്ട് ഓന്റെ മകളെ ഓന് പറയുന്നു അങ്ങോട്ട് പൈസ അല്ല അങ്ങോട്ട് പൈസ കൊടുക്കാം, മഹർ കെട്ടിച്ചു തരുമോ? കെട്ടിച്ചു തരുമോ? അടിച്ച് പല്ലും 2 പല്ലൊക്കെ ചപ്പിട്ടുണ്ട് പോരേണ്ടി വരും ഞാൻ ഓന്റെ വീട്ടിൽ നിന്ന്. പ്രവർത്തനത്തിന്റെ പേരില് മൂല്യന്മാര് വലിയ ആ മൂല്യരെ മകളെ കെട്ടിയ പുതിയാപ്പിള രണ്ടാമത് കെട്ടാൻ പോയാലോ? ഓന്റെ കയ്യും കാലം അടിച്ചു മുറിക്കും അപ്പുറത്തൂടെ വെച്ച്. അത് പറച്ചിലേ ഉണ്ടാവുള്ളൂ, അതൊക്കെ പറച്ചിലാണ്. രണ്ടാമതൊരു വിവാഹം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കേസല്ല. അത് ഒന്നാമത്തെ നീതി പുലർത്തണം. അതെങ്ങനെ നീതി പുലർത്തുക? രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ തന്നെ മറുപടി ഉണ്ട്. അതായത് അതിന് നീതി എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയുമെങ്കിലും നീതി ഒരിക്കലും നീതി വരുന്നെന്നല്ല. കാരണം അങ്ങനത്തെ ഒരു വാക്കേട് വരില്ല. കാരണം ആ സ്ത്രീ മനസ്സുകൊണ്ട് വേദനിച്ച് കഴിഞ്ഞിട്ട് വേറൊരു സ്ത്രീ കെട്ടുക എന്ന് പറഞ്ഞാൽ അതെന്നെ അനീതിയായില്ലേ? എവിടെ നീതി പുലർത്താൻ പറ്റുക? ഒരു സ്ത്രീയും സമ്മതിക്കില്ല രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ. ചില ആൾക്കാർ പറയും അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ട് അങ്ങനെ നീതി പുലർത്താൻ കഴിയൂലെന്ന്. മറ്റേ മുജാഹിദ് വലിച്ചേരി പറഞ്ഞു സ്വഹാബിമാര് 4 കെട്ടാത്ത ഒറ്റ പിന്നെ നിങ്ങളൊന്ന് അനുവദിച്ച് തന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അതും അതിന് ഓഫറും കൊടുത്തേക്കണം. സ്വർഗത്തിന്റെ മുത്തിന്റെ ഉള്ളിൽ ആദ്യം കയറണം നമ്മളാ, അത് കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ. അപ്പൊ പിന്നെ ഖുർആൻ എന്നെ പറഞ്ഞിക്കഴിഞ്ഞപ്പോ സ്വർഗത്തിൽ നോക്കുമ്പോ മുത്തിന്റെ ഉള്ളിൽ കയറുന്നവര് 2 കെട്ടിയവരത്രേ ആദ്യം കയറുക. അപ്പൊ എങ്ങനെയൊക്കെ ഒരു പ്രോത്സാഹനം കൊടുത്താലും കാര്യമില്ല. പെണ്ണുങ്ങൾ പറഞ്ഞത് ആ സ്വർഗവും വേണ്ട തേങ്ങയും വേണ്ട നമുക്ക് പറയും. അതെ, പക്ഷെ ഇവര് പല വഴിക്കും ശ്രമിച്ചു. ഒന്നാമത്തെ രണ്ടാമത്തെ പിന്നെ ആദ്യത്തെ ഭാര്യയുടെ സമ്മതം വേണ്ട രണ്ടാമത് വിവാഹം കഴിക്കാൻ. ഇസ്ലാമിന് അങ്ങനെ ആവശ്യമില്ല. അത് എവിടെ ഞാൻ പോയി നോക്കി എന്റെ ബന്ധന വെച്ചിട്ടില്ല, അങ്ങനെ ഒരു നിയമം ഇല്ല. നമ്മളിപ്പോ നിങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പോയി നോക്കാറുണ്ട്.
അങ്ങനെ പറഞ്ഞത് കുറെ ശരിയാണോ നിയമങ്ങൾ ഇപ്പൊ തെറ്റാണോ ആദ്യം നോക്കണ്ടേ. കല്യാണം കഴിക്കാൻ സമ്മതം വാങ്ങണം എന്നൊക്കെ പറയണ പച്ച നുണയാണ്. ഇന്നിപ്പോ നിങ്ങൾ പറയണത് ശരിയാണോ തെറ്റാണോ നോക്കാൻ ഒരു മൊയിലിയരെ കാര്യം പിന്നാലും പോയി നോക്കണ്ട. നമുക്ക് ഇന്ന് വിരൽ തുമ്പിലാണ് കാര്യങ്ങള്. അതെ അതെ അതെ. നമ്മൾ ശ്രമിച്ചാൽ മതി കാര്യങ്ങൾ നോക്കാൻ. അല്ലാതെ ഞാൻ നിങ്ങളോട് പ്രസ് കളിക്കിട്ട് കാര്യണ്ടാ? ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് കുറെ ചീത്ത പറഞ്ഞിട്ട് കാര്യണ്ടാ? എന്റെ ജീവിതം ശരിയാണോ തെറ്റാണോ ആദ്യം ഞാൻ നോക്കണ്ടേ? അതെ. ഇവിടെ ഭൂരിഭാഗം ആളുകളും 80% ആൾക്കാർക്കും മതം എന്താണെന്ന് അറിയില്ല. അവർ പഠിച്ചിട്ടില്ല. നമ്മളെ ചെറുപ്പത്തിൽ മദ്രസയെ കൊണ്ടുപോയിട്ട് നമ്മളതാണ്ട് പഠിപ്പിക്കുകയാണ്, അടിച്ചു പഠിപ്പിക്കുകയാണ്. ഇന്നൊക്കെ പുറം മറ്റേ ബെഞ്ച് ഡെസ്ക് ഇല്ലേ നമ്മുടെ പോത്തിനങ്ങൾ കിട്ടുന്നുണ്ട്, ആലയിൽ കിട്ടുന്നുണ്ട് പോത്തിനെ. ആ ഡെസ്കിന്റെ ഉള്ളിലേക്ക് എന്റെ തലാണ്ട് ഇട്ടിട്ട് അതിന്റെ ഉള്ളിലേക്ക് തല ഇട്ടിട്ട് എന്നെ പുറത്തേക്ക് നല്ല ചാമ്പിയാൻ പറ്റി ഈ അടിപൊളി അന്നൊക്കെ. അതൊക്കെ വീട്ടിലൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. ആ 2 കൂടി കിട്ടണം എന്നേ പറയുള്ളൂ. അത്രേ പറയുള്ളൂ. ഇന്ന് എന്റെ മക്കളെ തല്ലി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തല്ലിന്റെ അവസ്ഥ കഴുത്തന്നെ എടുക്കും ഞാൻ. ഇന്ന് അങ്ങനെ തല്ലിന്റെ കഴുത്തിന്റെ പുറത്തുണ്ട് റോട്ടിലുണ്ടാവും, പേടുന്ന പെടയുണ്ടാവും. കാരണം എന്താ, എന്റെ മക്കളൊന്നും തല്ലാൻ പറ്റില്ല. നമ്മളെ സമ്മതിക്കുവോ? അടിച്ച ഭാഗം സ്വർഗം, ആ സ്വർഗം ഒന്നും വേണ്ട പറയും ഞാൻ. ഞാൻ മാത്രല്ല ഒരു വിശ്വാസിനും സമ്മതിക്കില്ല അങ്ങനെ അടിച്ചില്ലെങ്കിൽ. ഇതിപ്പോ അടുത്തൊരു മദ്രസയിലെ ഉസ്താദ് കുട്ടീനെ തല്ലിയിട്ട് രക്ഷിതാക്കളെ ഒന്ന് നല്ല കൈകാര്യം ചെയ്യണ ഒരു ഇതുണ്ടായിരുന്നല്ലോ. അത് ഞാൻ കണ്ടു, വീഡിയോ കണ്ട്. അതിപ്പോ അതിന് ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അടിക്കാത്തതുകൊണ്ടാണ് പിന്നെ മറ്റു തലമുറകൾ നശിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഏത് തലമുറയും അന്നത്തെ മോശക്കേട് അന്നുണ്ട്. ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇന്നും മോശമുണ്ട്. അന്ന് കിട്ടുന്നപ്പോ ലഹരിയുടെ കാര്യം പറയാം. അന്ന് കിട്ടുന്ന ലഹരി അന്നത്തെ ആൾക്കാർ ഉപയോഗിച്ചില്ലെന്ന്. ഇന്ന് കുറച്ചും കൂടി നല്ല ആളുകളാണ് ഇപ്പൊ ഉള്ളത് എനിക്ക് തോന്നുന്നു. പല ആളുകൾ അതിര് തർക്കം, പാടത്ത് തല്ല്, വരമ്പ് അങ്ങോട്ട് വെട്ടി ഇങ്ങോട്ട് വെട്ടി, ഭയങ്കര സംസ്കാര ശൂന്യമായ ആളുകളായിരുന്നു പഴയ ആൾക്കാർ. ഇന്നാണെങ്കിൽ മക്കൾ പറയും വാപ്പ അങ്ങോട്ട് പോരി, അത് വിട്ടളി. മറ്റേത് വാപ്പി മക്കളും കൂടിയിട്ട് പാടത്ത് കിടന്ന് ഉരുളാവും മറ്റൊരു തന്നെ തല്ലിയിട്ട്. നിങ്ങൾക്കറിയാം കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആ വരമ്പ് അങ്ങോട്ട് വെച്ച് ഈ വരമ്പ് തട്ടി അവിടെ തട്ടി. ഇന്നിപ്പോ അങ്ങനത്തെ കേസുകൾ ഇല്ലെന്ന ആളുകൾ വളരെ കുറവായി. ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ സാമൂഹികമായിട്ട് ഒന്നല്ല ഒന്ന് വിദ്യാഭ്യാസ സംസ്കാരങ്ങളൊക്കെ മാറി വന്ന് നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന കാഴ്ചപ്പാട് മാറി. നമ്മൾ തന്നെ ഇപ്പൊ എത്രയോ ക്ലിയർ ആയിരിക്കുന്നത്. പഴയ കാലത്താണ് നമ്മള് പഴയൊരു ജാഹിലിയ കാലഘട്ടമായിരുന്നു. അതാണ് ജാഹിലിയ കാലഘട്ടം. കാരണം എന്താ വെച്ചാല് ഒരു സംസ്കാരം ഇല്ല. ഇപ്പൊ ഞാൻ പറയാ തിയേറ്ററിൽ പോയി ഇന്നല്ല നമ്മൾക്ക് സിനിമ കാണാൻ പോയി തിയേറ്ററിൽ. അന്നൊക്കെ സിനിമക്ക് പോകാവൂ, അത് പറയാ ആ കഥ പറയണ്ട. ഇവിടെ ഞങ്ങൾ എന്റെ ഒരു കൂട്ടുകാരുണ്ട്, ഞാൻ സിനിമക്ക് പോകുമ്പോ നമ്മൾ റോഡിന്റെ 2 ഡയറക്ഷനിൽ നടക്കും. ഒരാൾ അവിടുന്നും ഒരാൾ ഇവിടുന്നും. അവിടുന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവൻ നോക്കണം, ഇവിടുന്ന് ആരെങ്കിലും വരും, നമ്മൾ അറിയുന്നവരാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നിട്ട് ഡോറിന്റെ അവിടേക്ക് എത്തുന്ന വരെ നമ്മൾ രണ്ടാളും തലകൊണ്ട് കാട്ടിലെ കിടക്കാൻ. ഇല്ലെങ്കിൽ രണ്ടാളും അങ്ങോട്ടും കൊണ്ട് ഓപ്പോസിറ്റ് നടക്കും. എന്നിട്ട് പിന്നെ റിട്ടേൺ അതുമാതിരി തന്നെ ഒന്നും കൂടി നടക്കും. ആരും വരുന്നില്ല എന്ന് കണ്ടിട്ട് ഒറ്റ. ഇന്നിപ്പോ സിനിമക്ക് പോണ സ്റ്റാറ്റസ് വരെ ഇടുന്നു, ആ ടിക്കറ്റ് അടക്കം എടുത്തിട്ട് ഏത് വീട്ടിൽ നിന്നും എല്ലാരും സിനിമക്കാന്ന് പബ്ലിക്കിൽ പറഞ്ഞു പോകും. അന്ന് ഞങ്ങക്ക് പറയാനില്ല. ഞങ്ങൾ കല്യാണം ആലോചിക്കുമ്പോ ഓന് സിനിമ തിയേറ്ററിലൊക്കെ പോയി സിനിമ കുറച്ചിലായിരുന്നു അതൊക്കെ. അത് കല്യാണം മുടങ്ങും ചെയ്യും. അത് മാത്രല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. ഞങ്ങളിത് 2 ഡയറക്ഷനിൽ നടക്കുക. ആ റോഡിന് ഇന്റെ ബാക്കിലേക്ക് നോക്കും, ഞാൻ ഓന്റെ ബാക്കിൽ നോക്കും. ആരെങ്കിലും നമ്മളെ പരിചയമുള്ളവർ വരുന്നുണ്ടാവും. വരുന്നില്ല എന്ന് കണ്ട് രണ്ടാളും ഒരു ഡോറിന്റെ അടുത്ത് ക്ലോസ് ആയിട്ട് തിയേറ്ററിന്റെ ഗേറ്റിന്റെ അടുത്ത് വന്ന ഒറ്റ കേരള കേരള ഉള്ളി കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ വേറെ മാറിയല്ലോ. ആ കാലം തന്നെ ഇപ്പൊ മൊയ്ലിയെ നടക്കുന്ന സിനിമക്ക് പിന്നെ അത് പള്ളിക്കലെ മൊയ്ല ദർശനം കഴിക്കുന്ന കുട്ടികളടക്കം ആ കൂട്ടിച്ചിട്ട് പോകണം. അന്നിപ്പോ സാധാരണക്കാരായി നമ്മള് ദർശനമൊന്നും പോവാത്ത ആൾക്കാരട്ടോ. അത് ഞങ്ങള് പോവാൻ പേടിക്കണം. ഇന്നിപ്പോ ആരാ നോക്കണെന്ന് സിനിമക്ക് പോവാന് വീട്ടില് പറഞ്ഞാലും അതിനെ പറ്റിട്ട് പോണ്ടാന്ന് ഒരാൾക്കും പറയില്ല. ഇത് കാണണ്ടെന്ന് പഠിപ്പിക്കണമില്ല എന്നൊക്കെ. കാരണം ഇപ്പൊ കാണണ്ട പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ യൂട്യൂബിലാണ് ഇന്നത്തെ കാലത്ത് കാര്യമില്ലാന്ന് അറിയാം. അതിന് കാര്യമില്ലാന്നല്ല. ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാം ഇല്ലല്ലോ വയല്. മറ്റത് ഞങ്ങളവിടൊക്കെ 7-15 ദിവസമൊക്കെ വയലാണ്. ഈ റമദാൻ മാസം തുടങ്ങിയ അതിന് മുമ്പ് തുടങ്ങും വയലിന്റെ പരിപാടി തന്നെ. ഒരു 15 ദിവസം ഉണ്ടാവും ലൈറ്റും ട്യൂബൊക്കെ കത്തിച്ച്. ഇന്നിപ്പോ അതിനുള്ള അവസരം അവർക്കും ഇല്ല. അന്ന് അങ്ങനെ ഓരോ മൈലിയന്മാരും ആഴ്ചയില് ഓരോ ദിവസം ഓരോ പ്രഭാഷണമാണ്. അവർക്ക് ഓരോ ഫീസും കിട്ടും. അവരിങ്ങനെ മാറി മാറി. ഇപ്പൊ ഇന്ന് അതിനുള്ള അവസരം ഇല്ല അവർക്ക്. ഇന്നിപ്പോ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടാണ് ഏത് പിന്നെ ഇതില്ലാത്ത മൊയിലും ഇന്നിപ്പോ യൂട്യൂബിലുണ്ട്. കാരണം അവര് എങ്ങനെയും 10 റുപ്യ ഉണ്ടാക്കട്ടെ വെച്ചിട്ട് ആരെങ്കിലും പിന്നാലെ തൂങ്ങിയിട്ടൊക്കെ വെച്ച് വരുമാനം തന്നെയാണ്. അല്ലാതെ ഇപ്പൊ ഒന്നും ഉണ്ടല്ലോ. അങ്ങനെ വിശ്വാസം പറഞ്ഞിട്ട് കാശ് ഉണ്ടാക്കാണ്. എന്തായാലും ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇനിയും സംസാരിക്കാം. പറഞ്ഞാ തീരില്ല ഇപ്പൊ ഇതിന്റെ കഥകള്. പക്ഷെ പറഞ്ഞാ നമ്മളിപ്പോ പബ്ലിക്കിൽ പറയാനും പറ്റില്ല. ഇപ്പോഴും ഞാനൊരു വിശ്വാസമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇത്
നമുക്കിപ്പോ ചെറുപ്പം മുതലേ അങ്ങോട്ട് ഉൾക്കൊണ്ട് പോയൊരു സംഗതിയാണ്. അതിലിപ്പോ നമുക്ക് പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് പോരായ്മ തന്നെ പറയും. അല്ല അത് ഇത് അങ്ങനെ ശരിയാണെന്ന് പോരായ്മകൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവും അത് നമ്മൾ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തി നമ്മളെ നിലപാട് മാറ്റണം എന്നുള്ള ബോധത്തിലേക്ക് വന്നാൽ തീരുന്ന പ്രശ്നമുള്ളൂ ഇപ്പത്. ഇപ്പൊ നമ്മുടെ മക്കളൊന്നും ഇപ്പൊ അങ്ങനെ മക്കള് പോലും അത് ചർച്ച തന്നെ ആയിരുന്നില്ല. അതായത് അവൻ ഹിന്ദുവാണ് അല്ലെങ്കിൽ മുസ്ലിമാണ് അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പാടില്ല, അത് ഇതിൽ ചർച്ച തന്നെ ആയിരുന്നില്ല. അത് നമ്മുടെ ആ ഏജിലൊക്കെ ചർച്ച അതൊക്കെ ശരിയാവുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞത് അതൊക്കെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ കൈകാര്യം ചെയ്തോളുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ തലമുറയിൽ ഇതിപ്പോ ഈ മാറ്ററിനെ സംസാരിക്കണില്ല, വേറെന്താ ഇങ്ങനത്തെ ഒരു കഥയെ അവര് മതത്തിന്റെ ഒരു മതമൊന്നും വലിയ സംഭവമായിട്ട് ഇപ്പത്തെ കുട്ടികൾ അങ്ങനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇല്ല. പിന്നെ അത് കൊണ്ടു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതുപോലെ കച്ചവടം ചെയ്യുന്നവർക്ക് കുറച്ചത് ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒച്ചമൂലിയൊക്കെ നമ്മൾ കേൾക്കുന്നേ ഉള്ളൂ. ഒക്കെ കാലക്രമേണ ശരിയായിക്കൊള്ളുന്നു. ഇതിനേക്കാളും വലിയ മതങ്ങള് തകർന്നു പോയിട്ടില്ലേ. അതല്ല പിന്നെ ഇതിപ്പോ നമ്മളല്ല, പിന്നെ കുറ്റം പറയാനും പറ്റില്ല കേട്ടോ. കുറെ ആൾക്കാർ ഇത് അങ്ങോട്ട് വിശ്വസിച്ചിട്ട് അന്ധമായിട്ടേ അത് ചെറുപ്പത്തിൽ ചെറുപ്പം മുതലുള്ള ഈ പഠിപ്പിക്കൽ ഇപ്പൊ ഇനിയിപ്പോ എനിക്കിപ്പോ ഒരു മറ്റുള്ള എല്ലാ സമുദായക്കാരും ഇപ്പൊ ഇതില് കമന്റ് ഒക്കെ ഇടലുണ്ട്. അവരോടൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, മുസ്ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു മതങ്ങളെ പോലെയല്ല, ചെറുപ്പം മുതലേ കൊണ്ടുപോയി അടിച്ചു കയറ്റണതാണിത്. അത് പേടിപ്പിച്ചിട്ടും കബറും നരകവും ഒക്കെ പറഞ്ഞിട്ട് നരകത്തിലെ വിറക് കൊള്ളികളാണെന്ന് ഭയപ്പെടുത്തണം മക്കൾ. ആ പിഞ്ചു മക്കളെ ഭയപ്പെടുത്തിയിട്ടാണ് ഇത് കയറുന്നത്. ആ കയറുമ്പോൾ നിങ്ങൾ പബ്ലിക്കിൽ ചിലപ്പോൾ അവരുടെ രോദനം നിങ്ങൾ കാണാൻ പറ്റും. ചിലപ്പോൾ അവർ പലതും എഴുതും. അത് കാര്യമാക്കരുതെന്നാണ് ഞാൻ പറയുമ്പോൾ. കാരണം അത് അവരുടെ ഒരു തിരിച്ചറിവ്, ഒരു വേദനയാണത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് നിലവിളിയൊക്കെ കേൾക്കും. നിലവിളി ശബ്ദമല്ല. നമ്മൾ വിചാരിക്കും അവര് ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അവർക്ക് ഇതിന്റെ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ അത് തലാണ്ട് പെട്ടെന്ന് പോകുകയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ. ഇപ്പൊ ഞാനൊക്കെ നമുക്ക് വിശ്വാസം അങ്ങനത്തെ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നതാ. ഞാനൊക്കെ രാത്രി പിന്നെ പുറത്തേക്കൊന്നും പോകുമ്പോൾ അന്നൊന്നും ടോർച്ചൊന്നും കൈ പിടിക്കില്ല. ഞാനൊരു സ്ഥലത്തും ദിക്റൊക്കെ ചൊല്ലിട്ടാണ്ട് ഇറങ്ങുക. ഇവിടെ ഞാൻ ആ പള്ളിയിലേക്ക് പോലും ഒക്കെ ചെയ്ത് അല്ല മറ്റേ ഒരു ധൈര്യം, ഒരു ടോർച്ചും കൂടി കയ്യിലില്ലാതെ ധൈര്യത്തിൽ പോവാ. അന്ന് ഭാഗ്യത്തിന് പാമ്പ് പിടിക്കാൻ ഞാൻ ഇന്നലെ കബറി ഉണ്ടാവും. ഒക്കെ വേറെ കാര്യം. ആയിക്കോട്ടെ, എന്തായാലും അപ്പൊ നമുക്ക് ഇനി സംസാരിക്കാം. ആയിക്കോട്ടെ, സംസാരിക്കാം.